മിക്കവാറും ഞാനൊരു ഷെഫായി മാറുന്ന ഒരു ചെറിയ ഡൗട്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു ഹെൽത്തി ചിക്കൻ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ. ജിമ്മിൽ പോകുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയി കിട്ടിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇപ്പം എനിക്ക് വൺ ഓഫ് ദ ഫേവററ്റ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പം നമുക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തേങ്ങയാണ്. എന്നിട്ട് തേങ്ങയിലോട്ട് മുളക് പൊടി, കറി മസാല, കുരുമുളക് പൊടി, എന്നിട്ട് നമ്മൾ ചില്ലി ഫ്ലെക്സും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചില്ലി ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ എരിവിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഇച്ചിരി എരിവ് കഴിക്കുന്ന ആളായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചു. എന്നിട്ട് നമ്മൾ ഉപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹെൽത്തി ചിക്കൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് രുചിയെന്നല്ല, ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ഫുള്ളായിട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണേ, മറക്കല്ലേ. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഓയിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഓയിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തേങ്ങയും ഈ മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് ചിക്കന് ആവശ്യമായ മസാല റെഡിയായി കിട്ടും. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഒരു 15-20 മിനിറ്റ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കണേ. അപ്പോഴേക്ക് സാധനം നമുക്ക് സെറ്റായി നമ്മുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴേക്കും ചിക്കൻ ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ ഫ്രീസായാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ അല്ല ചെയ്യുന്നത്, സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കുത്തിയൊക്കെ ഒന്ന് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് നമ്മൾ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ, മറക്കല്ലേ. ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ സ്റ്റീം ചെയ്താണ് ഈ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മസാലയിലൊക്കെ സെറ്റായി കിട്ടിയ ചിക്കൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്ത് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്, എനിക്ക് 15 മിനിറ്റ് ടൈമേ എടുത്തുള്ളൂ. അപ്പോഴേക്കും സാധനം നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. നല്ല ആവി പറക്കുന്ന ഹെൽത്തി ചിക്കനായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. എൻ്റെ പൊന്നോ, ആ ആവി വറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ ആ ചിക്കനെ എല്ലിൽ നിന്ന് തന്നെ ചിക്കനെ മാംസം മാറും. അത്രയ്ക്കും നല്ല രീതിയിൽ ബോയിലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിലൂടെ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഹെൽത്തി ചിക്കൻ ഐറ്റമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇത് ഇച്ചിരി ചൂടൊക്കെ മാറുന്ന വരെ നമ്മളൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ചോറിൻ്റെ ഒപ്പമോ മന്തിയുടെ ഒപ്പമോ എന്താണെങ്കിലും ട്രൈ ചെയ്യാം. അന്ന് എൻ്റെ വീട്ടിൽ ഇച്ചിരി മന്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിത് മന്തിയായിട്ടാണ് കഴിച്ചത്. അതിൻ്റെ പൊന്നോ, വേറെ ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ, മറക്കല്ലേ.